അനുശേഷം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് ചരിത്രപരമായ ഒരു ജനകീയ മുന്നേറ്റം, അത് വിദ്യാർത്ഥികൾ മുന്നിൽ നിന്ന് നയിച്ച ഒരു ജനകീയ മുന്നേറ്റത്തിനൊടുവിൽ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നു എന്ന് തന്നെ നമ്മൾ അതിനെ കാണാം. ആ കാര്യത്തിൽ അതിലെ ഒട്ടും അതിൻ്റെ ഒരു ഫ്ലേവറും കുറയാതെ, അതിൻ്റെ ഒരു ശക്തി ചോരാതെ അത് അതുപോലെ തന്നെ സഭയിലേക്കും രാഹുൽ ഗാന്ധി എത്തിക്കുകയാണ്. പണ്ട് സ്റ്റാലിൻ പറഞ്ഞതല്ലേ, ഗിവ് മീ ജസ്റ്റ് വൺ ജനറേഷൻ ഓഫ് യൂത്ത് ആൻഡ് ഐ വിൽ ട്രാൻസ്ഫോം ദ ഹോൾ വേൾഡ് എന്ന് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് അവരുടെ വിദ്യാർത്ഥി സംഘടനയിലൂടെ അങ്ങനെ ഒരു ജനറേഷനെ വാർത്തെടുത്തോ എന്നെല്ലാം ഉള്ള വാർത്തെടുത്തിട്ടുമുണ്ട്. അങ്ങനെയുള്ളവരിൽ വളർന്നു വന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ജന്തർ മന്ദറിൽ ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള യൂത്തന്മാരെ അത്രയധികം അവിടെ കണ്ടില്ല എന്നുള്ളൊരു നിരാശ എനിക്കുണ്ട് ഈ ഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ളവർ പോലും അവിടെ അത്തരത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ യൂത്ത് തുടങ്ങി വെച്ച ഈ കാര്യത്തെ അദ്ദേഹത്തിന് ഞാനിതിനെ ഈ വേൾഡിനെ ട്രാൻസ്ഫോം ചെയ്യാം എന്ന് പണ്ട് സ്റ്റാലിൻ പറഞ്ഞ പോലെ ഈ യൂത്ത് തുടങ്ങി വെച്ച ഈ ഒരു ചരിത്രാവബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ചില വിദ്യാർത്ഥികൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു കാര്യത്തെ അതിൻ്റെ വീര്യം ചോരാതെ കാക്കുന്നതും അതുപോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു നേതാവിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു ബഹുമാനം, ഒരു നേതാവിനോട് നമുക്ക് തോന്നുന്ന ബഹുമാനം ഇന്നത്തെ ദിവസം രാഹുൽ ഗാന്ധിയോട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഭയിലും ആ കാര്യം അതുപോലെ ഉന്നയിക്കാനും വീണ്ടും വീണ്ടും അതിനുവേണ്ടി നിലകൊള്ളാനും സാധിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിനെ സമരത്തെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും വിധം അദ്ദേഹം മറ്റൊരു സമാന്തരമായി ഒരു സമരം നടത്തുന്നു എന്നൊക്കെയുള്ള ആലോചനകൾ ആദ്യഘട്ടത്തിൽ ഈ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റത്തിന് ഉറപ്പായും അഗ്നി പകരുന്ന രീതിയിൽ കൂടുതൽ അതിനെ ചൂടാക്കുകയും മറ്റുള്ളവരെ പൊള്ളിക്കുന്ന തരത്തിലും അദ്ദേഹത്തിനും അവരുടെ സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴും ഞാൻ പറയുന്നു, ഈ യൂത്ത് തുടങ്ങിയ ഇതിനെ തീർച്ചയായും ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെ, നേരത്തെ ധർമ്മേന്ദ്ര പ്രധാനെതിരെയായിരുന്നു, അമിത്ഷായ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടും അവർക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടി നിക്കക്കള്ളിയല്ലാത്ത വിധം അവരെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഏറ്റവും മികച്ച ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ എനിക്കൊരു തർക്കവുമില്ല. അത്രയും അധികം ആ പ്രസംഗം മുഴുവൻ നമ്മൾ സംരക്ഷണം ചെയ്യുകയുണ്ടായി. ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ട് നമുക്ക് അതിൻ്റെ എത്ര പവർഫുള്ളായിട്ടാണ് അവർ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് മാത്രം അറിയേണ്ട ഉത്തരമല്ല നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഈ രാജ്യം മുഴുവൻ അറിയണം ഇതാരാണ് ഇവിടെ കുട്ടികളെ ഇതുപോലെ നരനായാട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് ആരാണ് ഉത്തരവിട്ടിരിക്കുന്നത്, ആരുടെ കൈകളാണ് ഇതിനു പിന്നിൽ എന്നുള്ളതടക്കം അവർ ചോദിക്കുന്നുണ്ട്. അന്ന് ആ പ്രസംഗത്തിൻ്റെ അവസാനം കിരൺ റിജിജു അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞായിരുന്നു, ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മോഷ്ടിച്ചതാണെന്ന്. ഏറ്റവും അവസാനത്തെ വരികയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ വന്ന് അവിടെ പ്രസംഗം നടത്തുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിരൺ റിജിജു വിചാരിക്കുന്നുണ്ടാവും ഇതിൽ നല്ലതെന്നാ പ്രിയങ്കയായിരുന്നു എന്നുള്ളത്. കാരണം പിടിച്ചതിലും വലുതാണല്ലോ മാളത്തിൽ. രാഹുൽ ഗാന്ധി അപ്പോൾ രണ്ട് പ്രസംഗം നടത്തി. തീർച്ചയായും പിടിച്ചതിലും വലുതാണല്ലോ മാളത്തിൽ എന്ന് തോന്നിപ്പിച്ചേക്കാം ചിലപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അധികം പവർഫുള്ളായിരുന്നു ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നുള്ളതിൽ തർക്കമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദൈവമാണെന്ന് വിചാരിക്കുന്ന ഒരു ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഇന്ന് രാഹുലിൻ്റെ ആ വാക്കുകൾക്ക് കനമുണ്ട്. അത്ര കനമില്ലെങ്കിലും അതിൽ കുറഞ്ഞ കനമുള്ള വാക്കുകൾ ഈ CJP പ്രതിഷേധത്തിനിടെ ഇപ്പോൾ സൗരവ് ദാസിനെ പോലുള്ള CJPയുടെ സ്പോക്സ് പേഴ്സണും ഏറ്റവും പ്രധാനപ്പെട്ട കോർ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം ദൈവമൊന്നുമല്ലല്ലോ, വിമർശിക്കാതിരിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാതിരിക്കാനോ പ്രധാനമന്ത്രിയെ പറ്റി അന്ന് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിലെ രാഷ്ട്രീയമൊന്നും കണ്ടിട്ടല്ല ആയിരിക്കാം, പക്ഷെ കൊച്ചുകുട്ടികൾ പോലും ഈ വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖമായി കാണുന്ന പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതും അദ്ദേഹം ഈ വിശ്വഗുരു എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിൽ കുട്ടികൾ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് കുട്ടികൾ സോപ്പ് കുമ്പളയൊക്കെ താടി പോലെ വെച്ച് പ്രധാനമന്ത്രിയുടെ മീമുകൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം ആ ഇൻസ്റ്റാ വീഡിയോ റീല് ചെയ്തതിനെയൊക്കെ പുസ്തകത്തിൽ എഴുതി കൊടുത്തുകൊണ്ട് അത് ടെലിപ്രോംപ്റ്ററാണ് എന്ന് നാട്ടുകാരെ കൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു വിശ്വഗുരുവിൻ്റെ മീമുകൾ, പരിഹാസ മീമുകൾ കുട്ടികളടക്കം ഇവിടെ ഇറക്കി വിടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിലെ ഏറ്റവും കനപ്പെട്ട വാക്ക് രാഹുലിനെ പോലുള്ള പ്രധാനപ്പെട്ട ഒരാൾ ഇഡിയറ്റ് എന്ന നിലയ്ക്ക് ദൈവം എന്ന് വിചാരിക്കുന്ന ഒരു ഇഡിയറ്റ് എന്ന് മറ്റൊരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു എന്നുള്ളത് രീതിയിലാണല്ലോ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായമാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് അസംഖ്യം റീലിലൂടെ നമ്മൾ നിലവിൽ കണ്ടു കഴിഞ്ഞു എന്നുള്ളത്. കുട്ടികൾക്കിടയിൽ അത്തരമൊരു ഇമേജ് കൂടി നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട് വിശ്വഗുരുവിന്
പുറമെ എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം 2019 സനീഷേട്ടന് ഓർമ്മയില്ല, 2019 പാർലമെന്റ് ഇലക്ഷന് ശേഷം അദ്ദേഹം പോയി കേദാർനാഥ് ഗുഹയിൽ 17 മണിക്കൂർ അദ്ദേഹം ധ്യാനമിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ വിശ്വഗുരു അങ്ങനെ ഒരു ഇമേജും കൂടെ അദ്ദേഹത്തിൽ അങ്ങനെ ഒരു പരിവേഷം കൂടെ എടുത്തണിയുന്ന നിലയുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു കാര്യം ഇന്ന് ഈ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ്. അതെന്നുള്ളത് ഈ നേരത്തെ സനീഷേട്ടൻ പറഞ്ഞതുപോലെ നേരത്തെ ഭരണപക്ഷം ഭീകരമായ രീതിയിൽ പ്രതിപക്ഷത്തെ പരിഹസിക്കുമായിരുന്നു. അദ്ദേഹത്തെ അടക്കം, രാഹുൽ ഗാന്ധിയെ അടക്കം പരിഹസിക്കുമായിരുന്നു. അങ്ങനെ ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. അതായത് എന്ത് ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടും ഇതിപ്പോൾ നമ്മൾ വോട്ട് ചോരി പോലുള്ള ആരോപണം ഏറ്റവും ചെറുതാണെന്ന് നമ്മൾക്കാർക്കും തോന്നില്ല, അത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് പോലും അതിൽ തെളിവുകൾ വെച്ച് ഇദ്ദേഹം വലിയ പഠന വിധേയമാക്കി കൊണ്ടുവന്ന് PPT പ്രസൻറ്റേഷനൊക്കെ നടത്തി സാധാരണ മനുഷ്യർക്ക് പോലും ഇതിൽ കാര്യമുണ്ടല്ലോ എന്ന് തോന്നിക്കുന്ന വിധത്തിലും അത് അവതരിപ്പിച്ചുകൊണ്ടും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പോഴൊക്കെയും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ലോസ് ഒക്കെ മേ ബി വന്ന് കാണാം. അല്ലെങ്കിൽ ഒരു ഇടവേളകളിൽ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിദേശത്തൊക്കെ ആയിരുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് തന്നിരുന്നില്ല. പക്ഷേ ഇതിൽ അദ്ദേഹം ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജനാധിപത്യം അവസാനിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ ധൈര്യവും കൂടെ ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഉള്ളിലേക്കൊക്കെ പകർന്നു കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കും അങ്ങനെ ലഭിച്ചു കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു കരുത്ത് അത് ചെറിയ കാര്യമേ അല്ല. ആ കുട്ടികളും ആ ചരിത്രത്തിൻ്റെ കരുത്ത് ഉൾക്കൊണ്ടുകൂടി തന്നെയാണ് ജന്തർ മന്ദറിൽ സമ്മേളിച്ചിരിക്കുന്നത്. അതിൽ ഗാന്ധി ഉണ്ടായിരുന്നു, അംബേദ്കർ ഉണ്ടായിരുന്നു, ഭഗത് സിംഗ് ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ചരിത്രത്തിൻ്റെ കരുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ അതിനെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും അധികം കോൺഫിഡൻസ് വേറൊരു മനുഷ്യന്, ഒരു പ്രതിപക്ഷ നേതാവിന് പിന്നെ കിട്ടാനുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ബിംബങ്ങളെ അങ്ങ് പൊളിച്ചു കളയുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു സഭയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ന് പൊളിക്കാൻ തുനിഞ്ഞ ആദ്യ ബിംബം എന്നുള്ളത് പ്രധാനമന്ത്രിയെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിശ്വഗുരു എന്നുള്ളൊരു ബിംബം ഒരു പ്രതീതിവൽക്കരണം അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. അതിനെ അങ്ങ് പൊളിച്ചു കളയാൻ ഇഡിയറ്റ് എന്നുള്ള വേർഡാണ് ഏറ്റവും മികച്ചത് എന്നുള്ള അത് കുട്ടികൾ പറയുന്നു എന്ന നിലയ്ക്കും കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് അല്ല പറയുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ല, പ്രതിപക്ഷ നേതാവല്ല പറഞ്ഞിരിക്കുന്നത്, പിള്ളേര് പോലും പറയുന്നു എന്ന് കണക്കിന്. സനീഷയുടെ നേരത്തെ ഉപയോഗിച്ച വേർഡാണ് ഏറ്റവും അടിപൊളി എന്ന് തോന്നുന്നു, ഹിംസിക്കുക. ഇനി ഇതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു ബിംബത്തെ പൊളിക്കുകയായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് വീണ്ടും വീണ്ടും തുടരാനാണ് ഇതിൻ്റെ ഒരു സാധ്യത എന്നുള്ളതും കൂടിയാണ്. ഇതൊരു തുടക്കമാണ്. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പോരാടുന്നവർക്ക്, അതായത് അനീതിക്കെതിരെ പോരാടുന്നവർക്ക് ഇതൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. ഈ സമരം ജന്തർ മന്ദർ എന്ന് തന്നെ ഒരു പ്രതീക്ഷയാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ അത് രേഖപ്പെടുത്തും. അതിൻ്റെ ഭാഗമായി വന്ന ഈ കാര്യങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തും തന്നെയാണ് എനിക്ക് തോന്നുന്നത്.